സിമ്പിളായിട്ട് നമുക്കൊരു മന്തി ആയാലോ. മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലേ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ. സിമ്പിളായിട്ടൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്ക, വലിയ ഉള്ളി, മല്ലിയില, പുതിനയില, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ്റെ ക്യൂബ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കനും അതേപോലെ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മന്തിക്കുള്ള റൈസ് ഉണ്ടല്ലോ, അതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വെച്ചാൽ മതി. സെല്ല റൈസ് ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇനി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുക. പിന്നെ പട്ട, പൂവ്, ഏലക്കായ്, കുരുമുളക്, മല്ലി ഒക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് പുരട്ടി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് അറബിക് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ടെടുത്തിട്ട് റൈസ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. പിന്നെ 2 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ചുടുവെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഈ അരി കുക്ക് ചെയ്യാൻ വെച്ച പാത്രത്തിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഓട്ടപാത്രം അല്ലെങ്കിൽ ഫോയിൽ പേപ്പറൊക്കെ ഇങ്ങനെ ഓട്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേന് അതിൻ്റെ നീരൊക്കെ ഉണ്ടല്ലോ അത് ഈ റൈസിലേക്ക് ഇട്ടിക്കോളൂട്ടോ. ചിക്കൻ ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഗ്രില്ല് ചെയ്തെടുക്കാനാണ്, അല്ലെങ്കിൽ ഷാലോ ഫ്രൈയും ചെയ്യട്ടോ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാട്ടോ ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിക്കണത്. ടെമ്പറേച്ചർ ഒരു 250, ടൈമർ ഒരു 30 വെച്ച് കൊടുത്തിക്കണത്. പിന്നെ മുകളും താഴെ ചൂടാവണ കോയിലാണ് സെറ്റ് ചെയ്തിരിക്കണത്. ചിക്കൻ ഒന്ന് ഗ്രില്ലായി വരുമ്പോഴത്തേന് നമ്മൾ റൈസ് ഇവിടെ കുക്കായി വന്നിക്കണ്. പിന്നെ ഗ്രില്ല് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചാർക്കോൾ വെച്ചിട്ട് ഇതൊന്ന് പുകയിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.